നീ ധൈര്യമായിട്ടിരിക്കേ. ഉടനെ നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. എന്നോട് ആര് പറഞ്ഞു വീണ്ടും വീടിനകത്ത് കയറാൻ? അത് അവന്തികെ, വീട്ടിൽ വരുന്നവരുടെ മാന്യത നോക്കി വേണം സൽക്കരിക്കാൻ. നീ എന്തിനാ ഇവനെ എഴുന്നള്ളിച്ച് എന്റെ മുന്നിൽ കൊണ്ടുവന്നത്? അത് അച്ഛാ, സേതു, ഇതൊരു പ്രശ്നമാക്കണ്ട. അയാളുടെ സാധനം എടുക്കാൻ വന്നതല്ലേ, എടുത്തിട്ട് പൊയ്ക്കൊള്ളൂ. വേണ്ട മാഷെ, എനിക്ക് വേണ്ടി മാഷ് സംസാരിക്കണ്ട. പറയാനുള്ളതൊക്കെ സാറ് പറഞ്ഞോട്ടെ. എനിക്കും എല്ലാവരോടും ചിലത് പറയാനുണ്ട്. നിന്റെ കുമ്പസാർ ഇവിടെ ആർക്കും കേൾക്കണ്ടെങ്കിലോ? നീ പറയാൻ പോകുന്ന എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങള് മിണ്ടാ നിൽക്കുന്നത് നിന്നെ ഭയന്നോ? നിനക്ക് രണ്ടെണ്ണം തരാൻ കഴിവില്ലാഞ്ഞിട്ടല്ല. ഇനി ഇവിടെ നിന്ന് വാചകടിച്ച് ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാതെ ഇറങ്ങി പോടാ പുറത്ത്. നിങ്ങൾ എന്നെ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും. എന്നെ എവിടെയിട്ട് തല്ലിയാലും ഞാൻ കൊള്ളും. പക്ഷെ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. നിന്നോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? സച്ചേ, വേണ്ട. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ധനുഷ് പോകാൻ നോക്ക്. പോകാം മാഷെ. ഇനി എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ലെന്നറിയാം. ചിലപ്പോ ആരെയും കാണാനും സാധിച്ചില്ലെന്ന് വരും. മനസ്സിലുള്ളത് പറയാതെ ഞാനിവിടുന്ന് പോയാ നാളെ ഒരു സമയം എനിക്കെന്തെങ്കിലും പറ്റിയ എന്റെ ആത്മാവിന് മോക്ഷം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാ എനിക്ക് പറയാനുള്ളത് കേൾക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ ആരുടെയും മുന്നിൽ വന്ന് നിൽക്കാൻ യോഗ്യതയില്ലാത്തവനാ ഞാൻ. അനാഥനായ ഒരുത്തൻ. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കാനോ പകരം വീട്ടാനോ വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ തല്ലാം, കൊല്ലാം. എങ്കിലും ഞാൻ ചെയ്യാത്ത തെറ്റുകൾ എന്റെ മേൽ ചാർത്തി എന്നെ കുറ്റവാളിയാക്കരുത്. മതി നീ പറഞ്ഞത്. നിന്റെ നിരപരാധിത്വം ഏറ്റവും കൂടുതൽ അറിയാവുന്ന എനിക്കാ. ഞാനാണല്ലോ അനുഭവിച്ചത്. ഇനി ഒരു വാക്ക് നിന്റെ നാവിന്ന് വന്നാ ഇനി സംസാരം ഉണ്ടാവില്ല. അതുകൊണ്ട് മര്യാദക്ക് ഞാൻ വീണ്ടും പറയാ, ഇറങ്ങിപ്പോ. നീ എന്തിനാണ് ഇങ്ങനെ നടന്ന് മോങ്ങുന്നത്? നിന്റെ ആരെങ്കിലും ചത്തുപോയോ? ഏട്ട പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പോടാ. നീ ഇവിടേക്ക് വന്നത് എന്തിനാന്ന് എനിക്കറിയാം. നീ പറഞ്ഞാലൊന്നും മനസ്സിലാകുന്നവരല്ല ഇവിടെ ഉള്ളവരാരും. മനുഷ്യനെ മനസ്സിലാക്കുന്ന സ്വഭാവം എന്റെ വീട്ടുകാർക്കില്ല. അതുകൊണ്ട് നിന്നെ ഇപ്പൊ ഇവിടുന്ന് ഇറക്കി വിടുന്നേ. നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതിന്റെ മുഴുവൻ കാരണക്കാരി ഞാന്. എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് നിനക്കിപ്പോ ഈ അവസ്ഥ വന്നത്. ഇവിടെ ആർക്കും അത് മനസ്സിലായില്ലെങ്കിലും എനിക്കത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നീ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോകണ്ട. നിന്റെ കൂടെ ഞാനും വരുന്നുണ്ട്. ധനുഷിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് മറ്റാരുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഒരുമിച്ചിറങ്ങാം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന്.
നിക്കേ, എടുത്ത് എന്നെ വിട്. നീ ആരുടെ കൂടെ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്റെ ഏട്ടന്റെ ഭാര്യയല്ല, ഞാനാ. തീരുമാനമൊക്കെ നീ തന്നെ അയക്കോ, പക്ഷെ അത് ഇവന്റെ കൂടെ ജീവിക്കണോ എന്നുള്ളതാവരുത്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. വിടാനല്ലേ പറഞ്ഞത്? ഈ സന്ദർഭം ഉണ്ടാവാതിരിക്കാനാ നിന്നോട് മാന്യമായി തന്നെ ആദ്യമേ ഞാൻ പറഞ്ഞത്. നീ എന്ത് കണ്ടിട്ട് ഇവന്റെ കൂടെ പോകാൻ നോക്കുന്നേ? നിന്നെ, നിന്റെ അച്ഛനെ അടക്കം ഇവിടെയുള്ള എല്ലാവരെയും ചതിച്ചവനാ ഇവൻ. ദാ, ഈ നിൽക്കുന്ന നിന്റെ ഏട്ടനെ പിടിച്ചോണ്ടുപോയി ഉപദ്രവിച്ചു. നിന്റെ ഏട്ടൻ തന്നെ നിന്നോട് പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത നീ എന്തിനുള്ള പുറപ്പാടാ? നീ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഈ നിൽക്കുന്നവന്റെ മുഖഭാവം നീ ഒന്ന് നേരെ ശ്രദ്ധിച്ചാ നിനക്ക് മനസ്സിലാവും ഈ കാണുന്നൊന്നും അല്ല ഇവനെന്ന്. ഇത്ര ആളുകൾ നിൽക്കുന്നിടത്ത് നീ അവനെ മാത്രമേ കാണുന്നുള്ളൂ, സ്നേഹിക്കുന്നുള്ളൂ. ആ നിൽക്കുന്ന നിന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്ക്. സ്വന്തം മോള് കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന കണ്ടോ? തകർന്നു നിൽക്കുന്ന നിന്റെ ഏട്ടന്മാരെ കണ്ടോ? അതൊന്നും കാണാതെ ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ എവിടെയൊക്കെ ഇറങ്ങിപ്പോ നിൽക്കുന്നേ. പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യം മനസ്സിലാക്കിക്കാനും നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാനും അറിയാൻ പാടില്ലാത്തോണ്ടല്ല ഇവിടെ ആരും ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നേ. അതോർത്ത് വേണം നീ പറയാനും ചെയ്യാനും. എന്റെ നല്ല ജീവിതത്തിന് തന്നെയാ ഞാൻ ധനുഷിന്റെ കൂടെ പോകുന്നത്. നാളെ ഒരു സമയത്ത് ഞങ്ങളുടെ ജീവിതം കണ്ട് അച്ഛനും ഏട്ടന്മാര് സന്തോഷിക്കും. ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. ധനുഷ്, നമുക്ക് പോവാം. സ്നേഹ, അർച്ചന മാഡം പറഞ്ഞതിലും കാര്യമുണ്ട്. സേതു സാറും നിന്റെ ആങ്ങന്മാരെ നിൽക്കുന്ന നീ കണ്ടില്ലേ? സാർ കണ്ടോ? ഞാൻ വിളിക്കാതെ തന്നെ സാറിന്റെ മോൾ എന്നോടൊപ്പം വരാൻ തയ്യാറായത്. അത് ഞാൻ സ്നേഹിക്ക് കൊടുത്ത ആത്മാർത്ഥമായ ഇഷ്ടത്തിന്റെ ഫലമായിട്ടാ. എനിക്ക് വേണമെങ്കിൽ ഇപ്പോ ഈ നിമിഷം സ്നേഹ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാം. പക്ഷെ ഞാനത് ചെയ്യില്ല. അത് അവളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, ഈ നിൽക്കുന്ന ബാക്കിയുള്ള എല്ലാവരെയും ഓർത്തിട്ടാ. നിങ്ങൾക്ക് സമൂഹത്തിലുള്ള നിലയും വിലയും ഓർത്തിട്ടാ. അത് ഞാനിപ്പോ ഓർക്കാതിരുന്ന വലിയ നന്ദികേടാവും. കാരണം എനിക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായത് ഈ വീട്ടിൽ വന്ന ശേഷമാണ്. ഞാൻ നല്ലൊരു ഭക്ഷണം കഴിച്ചത് ഇവിടെ വന്നിട്ടാ. ജീവിതത്തിലെ സന്തോഷം തിരിച്ചറിഞ്ഞത് നിങ്ങളിലൂടെയാ. അതൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കടപ്പാടുകളല്ല. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും നിരപരാധിയാണെന്നും ഒക്കെയുള്ള ഏറ്റവും വലിയ തെളിവാ ഇനി അങ്ങോട്ടുള്ള സ്നേഹയുടെ ഇവിടെയുള്ള ജീവിതം. കൂടെ വരാൻ തയ്യാറായി നിൽക്കുന്ന സ്നേഹം ഞാൻ തടഞ്ഞത് നിങ്ങളൊന്നും വിശ്വസിച്ചിരിക്കുന്ന ഒരു ധനുഷല്ല ഞാനെന്ന് നിങ്ങൾ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാ. സ്നേഹ, തൽക്കാലം നിന്നെ കൊണ്ടുപോകാൻ എനിക്കാവില്ല. നിന്റെ അച്ഛൻ
സഹോദരങ്ങൾ, ബന്ധുക്കൾ, അവരെയൊക്കെ നാണം കെടുത്തി നമുക്കൊരു ജീവിതം വേണ്ട. തെറ്റിദ്ധാരണകളൊക്കെ ഉടനെ മാറും. അന്ന് എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയും അനുഗ്രഹത്തോടു കൂടിയും ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടും. നിന്റെ കഴുത്തിൽ കെട്ടാൻ ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു വാങ്ങിയ താലിയാ ഇത്. ഈ പരിശുദ്ധമായ താലിമാല തർക്കങ്ങൾക്കിടയിലല്ല ഞാൻ നിന്നെ അണിയിക്കേണ്ടത്. അതുകൊണ്ട് ഞാനിത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കും. എന്റെ നിരപരാധിത്വം തെളിയുന്ന ദിവസം ഞാൻ തിരിച്ചു വരും. അന്ന് ഈ നിൽക്കുന്നവരുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്റെ കഴുത്തിൽ ഈ താലി കെട്ടും. അതുവരെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ആരുടെയും കണ്ണുനീരിൽ ചവിട്ടി നമുക്കൊരു ജീവിതം വേണ്ട മോളെ. ഞാൻ കാത്തിരിക്കും സാറിന്റെ ഒരു പിൻവിളിക്കായി. ബൈ സാർ. ഷാഹിർ മുഹമ്മദ്, നന്നായിരുന്നു നിന്റെ പ്രകടനം. പക്ഷെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാ, നീ പറഞ്ഞതൊന്നും ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ല. നെല്ലിശ്ശേരിയുടെ അഭിമാനത്തെ ഓർത്ത് നീ സ്നേഹ ഇവിടെ വിട്ടിട്ട് പോകുമ്പോ എനിക്കറിയാം അതിന്റെ പിന്നിലെ നിന്റെ ഗൂഢതന്ത്രം. കൂടെ ഇറങ്ങി വരുന്നവള് വെറും കൈയോടെയാണെന്നും നീ ഉദ്ദേശിച്ച സ്വത്തുക്കളൊന്നും നിനക്ക് കിട്ടില്ലെന്നും നിനക്ക് മനസ്സിലായപ്പോ അത് ഈ കുടുംബത്തിന്റെ അഭിമാനത്തിൽ കൊണ്ടുവച്ചിട്ട് നീ രക്ഷപ്പെടുകയല്ലേ ഇപ്പൊ ചെയ്തത്. നിനക്ക് ആവർത്തന വിരസത തോന്നുകയും എനിക്ക് പറയാൻ ഇഷ്ടമുള്ളതുമായ ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം. ഒരിക്കലും നിനക്ക് സ്നേഹയെ കിട്ടില്ല. നീ സൂക്ഷിക്കുന്ന താലിമാല സ്നേഹയുടെ കഴുത്തിലല്ല, നിന്റെ കഴുത്തിലാ മുറുകാൻ പോകുന്നത്. അത് കെട്ടുന്നത് ആരാന്ന് മാത്രമേ എനിക്കിപ്പോ സംശയമുള്ളൂ. ഹലോ മൂർത്തി.
ധനുഷ് ഉം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഉം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സ്നേഹയെ നിനക്ക് വിളിച്ചിറക്കിക്കൊണ്ട് പോരായിരുന്നില്ലേ? അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ സ്നേഹയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിച്ചത്? പിന്നെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടും അവളെ അവിടെ തന്നെ എന്തുകൊണ്ടാണ് നിർത്തിയിട്ട് പോകുന്നത്? നിന്റെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിന് ഞാൻ മറുപടി പറയണമെങ്കിൽ ഒന്നുകിൽ നീ എൻ്റെ കൂട്ടുകാരനായിരിക്കണം, അല്ലെങ്കിൽ നീ എനിക്ക് അത്രയ്ക്കും വിശ്വാസമുള്ളവനായിരിക്കണം. നീ ഇത് രണ്ടുമല്ല. പിന്നെ ഇതിന് ഞാൻ എന്തിനു മറുപടി പറയണം? എന്നെ ഒരു കൂട്ടുകാരനെ കാണാം. എന്നും ഞാനും ധനുഷും ഫ്രണ്ട്സ് ആയിരിക്കും, അതിനൊരു സംശയവും വേണ്ട. കൂട്ടുകാരൻ്റെ അർത്ഥം അറിയോ നിനക്ക്? എല്ലാത്തിനും കൂടെ നിൽക്കുന്നവൻ, ഉപദേശിച്ച് നേർവഴിക്ക് നടത്തുന്നവൻ, വിശ്വസ്തൻ, ചതിക്കാത്തവൻ. ഇതൊക്കെയാണ് അതിൻ്റെ പര്യായങ്ങൾ. ഇതിൽ ഉപദേശം ഒഴികെ ബാക്കിയെല്ലാം നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ എൻ്റെ കൂട്ടുകാരനായിരിക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. അതല്ല, ഇവിടെ കേൾക്കുന്ന കാര്യം അങ്ങ് നിന്റെ അവന്തികയോട് പറഞ്ഞു കൊടുക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അങ്ങനെ വല്ല ഉദ്ദേശത്തോടു കൂടിയാണോ നീ നിൽക്കുന്നത്? ഏയ്, അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നീ ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ പറയാം. കൂടെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞ പെണ്ണിനെ, അതായത് സ്നേഹയെ, ഞാൻ അവിടെ നിർത്തി തിരിച്ചു പോകുന്നത് വെറുതെയല്ല. അതിനു പിന്നിൽ വേറെ ലക്ഷ്യങ്ങളുണ്ടെനിക്ക്. സ്നേഹയേക്കാൾ ഞാൻ സ്നേഹിച്ചത് അവളുടെ പേരിൽ അവിടെയുള്ള സ്വത്തുക്കളെയാ. സ്വത്തൊന്നുമില്ലാത്ത അവളെ ഇവിടെ ആർക്കാ ആവശ്യം? പ്രേമം തലയ്ക്ക് പിടിച്ച് അവളുമായി ജീവിച്ചേ അടങ്ങൂ എന്ന വാശിയില് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യാൻ? പട്ടിണി കിടക്കാനോ? വേണയിൽ എല്ലാവരുടെയും മുന്നിൽ കൂടി സ്നേഹ ഇറക്കിക്കൊണ്ട് വന്ന് എനിക്ക് ഹീറോയിസം കാണിക്കാമായിരുന്നു. അങ്ങനെ ഒരു സീനിൽ ഹീറോ കളിക്കാനല്ല എൻ്റെ ഉദ്ദേശം. മരിക്കും വരെ ഹീറോ ആയിട്ട് ജീവിക്കാനാണ്. അതിനെന്ത് വേണമെന്ന് മൂർത്തിക്കറിയോ? പണം. അതെ, പണം. പണത്തിൽ ചവിട്ടി നിന്നേ എന്തും സാധിക്കൂ. അതുകൊണ്ടാണ് ഞാൻ അവളെ അവിടെ തന്നെ ആക്കിയിട്ട് പോകുന്നത്. അവളുടെ വാശി സേതുമാധവന്റെ തീരുമാനത്തിന് വ്യതിയാനമുണ്ടാക്കും. അയാൾ പിന്നെ അവളെ പിടിച്ച് എന്നെ ഏൽപ്പിക്കുകയും ചെയ്യും. എനിക്ക് ചെലവ് വെറും 4.5 പവന്റെ ഒരു താലിമാലയാ. വരവ് വേഗത്തിൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്രയും നോട്ടുകെട്ടുകളും. ഇപ്പൊ മനസ്സിലായോ എന്റെ പുതിയ കൂട്ടുകാരന് എന്റെ ഉദ്ദേശം എന്തായിരുന്നു? മനസ്സിലായി. എങ്കിലും ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ? അവന്തികയെ ധനുഷ് സ്നേഹിക്കുന്നില്ലേ? അല്ല, അവന്തിക ധനുഷിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ധനുഷിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. പണമാണ് ലക്ഷ്യമെങ്കിൽ ആവശ്യമുള്ള സ്വത്തും പണവും അവന്തികയ്ക്കും ഉണ്ട്. അവന്തികയെ ചതിക്കണോ? അവന്തിക ഇല്ലാതെ ധനുഷിനൊരു ജീവിതമുണ്ടോ മൂർത്തി? ഞാൻ ആദ്യം സ്നേഹിച്ചതും എന്നെ അത്രമേൽ സ്നേഹിച്ചതും അവന്തികയല്ലേ? അവളെ മറന്ന് എനിക്കൊരു ജീവിതം ഇല്ല. അല്ല, അപ്പോ സ്നേഹയെ വിവാഹം കഴിക്കുമെന്ന് നേരത്തെ പറഞ്ഞതോ? നമ്മൾ ആണുങ്ങളല്ലേ മൂർത്തി? ഒരു പെണ്ണിൽ ഒതുങ്ങിക്കൂടാൻ പറ്റുമോ നമുക്ക്? പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ളവർക്ക്. അവന്തിക എന്റെ സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവളാ. സ്നേഹ അങ്ങനെയല്ല. സേതുമാധവന്റെ മരുമകനായി എന്നെ നെല്ലിശ്ശേരിയിൽ പാർപ്പിക്കാൻ സ്നേഹയ്ക്കേ കഴിയൂ. അവന്തികയ്ക്ക് അതിന് കഴിയില്ല.
ആ